ദാങ് ഹോങ് പോ ടു. ഇത് പുതിയൊരു വെറൈറ്റിയാണ്, നല്ല സ്വീറ്റാണ്. ദാങ് ഹോങ് പോ ടു തായ്വാൻ്റെ വെറൈറ്റിയാണ്. നല്ല വലിയ ഫ്രൂട്ടാണ്, നല്ല സ്വീറ്റാണ്. അതാണ് ഇപ്പോൾ ഇതിൽ ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ വലിയൊരു ഫ്രൂട്ട് വലിയൊരു ടെണ്ടാണ് അതിൽ ഗ്രാഫ്റ്റ് ചെയ്യാൻ പോണ്. ഇത് ഈ രീതിയിൽ ഗ്രാഫ്റ്റ് ചെയ്യാൻ പോണ്. ഇതാണ് അതിൻ്റെ പീസ്. ദാങ് ഹോങ് പോൻ്റെ പീസാണത്. അതാണ് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഗ്രാഫ്റ്റ് ചെയ്യാൻ പോകണം. ഈ രീതിയിലാണ് ഗ്രാഫ്റ്റ് ചെയ്യണം. ഇങ്ങനെ ഭാഗം ഇവിടെ ഈ ഭാഗം കൂടെ ആയിട്ട് സെൻട്രൽ പോർഷൻ ഇങ്ങനെ വെച്ചിട്ട് മറ്റു പോർഷൻ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശം. ഇത് ടാപ്പ് ചെയ്യാം. ഇത് കറക്റ്റ് വെച്ച് ടാപ്പ് ചെയ്തിട്ടുണ്ട്. ദാങ് ഹോങ് പോ ടു സ്വീറ്റ് വെറൈറ്റിയാണ്. നല്ല വലിയ ഫ്രൂട്ടാണ്. കമേഴ്ഷ്യലായിട്ടൊക്കെ ചെയ്യാൻ പറ്റിയൊരു വെറൈറ്റിയാണ്. പക്ഷേ ഇത്തിരി കോസ്റ്റ്ലിയാണ്. ഇതിന് തണ്ടിന് ഭയങ്കര കോസ്റ്റ്ലിയാണ് പ്രൈസ്. അതിൻ്റെയൊക്കെ ഇനി ഗ്രോത്ത് വന്നിട്ട് അതിൻ്റെ റിസൾട്ട് കാണിച്ചു തരാം. ഈ പ്ലാസ്റ്റിക് കവർ ഇട്ട് വയ്ക്കാം. ചെറിയ ക്രാഫ്റ്റ് ചെയ്ത ഭാഗത്ത് പ്ലാസ്റ്റിക് കവറിൻ്റെ ഹ്യൂമിഡിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കിയ ഒരു 10 ദിവസം കഴിഞ്ഞ് ഇത് എടുത്ത് കളയാം ഈ പ്ലാസ്റ്റിക് കവർ. അപ്പോൾ അധികം വെയിലത്ത് വയ്ക്കരുത്. ഇനി തണലത്ത് മാത്രം വെച്ച് വേര് പിടിപ്പിക്കുക. ചെറിയ വെളിച്ചം കിട്ടണം. തണലത്ത് വെച്ചിട്ട് വെളിച്ചം കിട്ടാവുന്ന രീതിയിൽ വയ്ക്കുക. എന്നിട്ട് വേര് പിടിച്ച് ഒരു 20-25 ദിവസം കഴിയുമ്പോഴേക്കും മുളക്ക് പൊട്ടി വരും. എന്നിട്ട് കാണിച്ചു തരാം. ദാങ് ഹോങ് പോ ടു. ഇത് പുതിയൊരു വെറൈറ്റിയാണ്, നല്ല സ്വീറ്റാണ്. ദാങ് ഹോങ് പോ ടു തായ്വാൻ്റെ വെറൈറ്റിയാണ്. നല്ല വലിയ ഫ്രൂട്ടാണ്, നല്ല സ്വീറ്റാണ്. അതാണ് ഇപ്പോൾ ഇതിൽ ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ വലിയൊരു ഫ്രൂട്ട് വലിയൊരു ടെണ്ടാണ് അതിൽ ഗ്രാഫ്റ്റ് ചെയ്യാൻ പോണ്. ഇത് ഈ രീതിയിൽ ഗ്രാഫ്റ്റ് ചെയ്യാൻ പോണ്. ഇതാണ് അതിൻ്റെ പീസ്. ദാങ് ഹോങ് പോൻ്റെ പീസാണത്. അതാണ് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഗ്രാഫ്റ്റ് ചെയ്യാൻ പോകണം. ഈ രീതിയിലാണ് ഗ്രാഫ്റ്റ് ചെയ്യണം. ഇങ്ങനെ ഭാഗം ഇവിടെ ഈ ഭാഗം കൂടെ ആയിട്ട് സെൻട്രൽ പോർഷൻ ഇങ്ങനെ വെച്ചിട്ട് മറ്റു പോർഷൻ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശം. ഇത് ടാപ്പ് ചെയ്യാം. ഇത് കറക്റ്റ് വെച്ച് ടാപ്പ് ചെയ്തിട്ടുണ്ട്. ദാങ് ഹോങ് പോ ടു സ്വീറ്റ് വെറൈറ്റിയാണ്. നല്ല വലിയ ഫ്രൂട്ടാണ്. കമേഴ്ഷ്യലായിട്ടൊക്കെ ചെയ്യാൻ പറ്റിയൊരു വെറൈറ്റിയാണ്. പക്ഷേ ഇത്തിരി കോസ്റ്റ്ലിയാണ്. ഇതിന് തണ്ടിന് ഭയങ്കര കോസ്റ്റ്ലിയാണ് പ്രൈസ്. അതിൻ്റെയൊക്കെ ഇനി ഗ്രോത്ത് വന്നിട്ട് അതിൻ്റെ റിസൾട്ട് കാണിച്ചു തരാം. ഈ പ്ലാസ്റ്റിക് കവർ ഇട്ട് വയ്ക്കാം. ചെറിയ ക്രാഫ്റ്റ് ചെയ്ത ഭാഗത്ത് പ്ലാസ്റ്റിക് കവറിൻ്റെ ഹ്യൂമിഡിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കിയ ഒരു 10 ദിവസം കഴിഞ്ഞ് ഇത് എടുത്ത് കളയാം ഈ പ്ലാസ്റ്റിക് കവർ. അപ്പോൾ അധികം വെയിലത്ത് വയ്ക്കരുത്. ഇനി തണലത്ത് മാത്രം വെച്ച് വേര് പിടിപ്പിക്കുക. ചെറിയ വെളിച്ചം കിട്ടണം. തണലത്ത് വെച്ചിട്ട് വെളിച്ചം കിട്ടാവുന്ന രീതിയിൽ വയ്ക്കുക. എന്നിട്ട് വേര് പിടിച്ച് ഒരു 20-25 ദിവസം കഴിയുമ്പോഴേക്കും മുളക്ക് പൊട്ടി വരും. എന്നിട്ട് കാണിച്ചു തരാം. ദാങ് ഹോങ് പോ ടു. ഇതിൻ്റെ ആദ്യം ഒരു പീസ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിരുന്നു. അതിൻ്റെ ബാക്കി കഷ്ണമാണ്, സെൻറ്റർ കഷ്ണമാണ്. സെൻറ്ററിൽ എടുത്തതിൻ്റെ ബാക്കി സൈഡിലെ കഷ്ണമാണ്, ആ ഒരു കഷ്ണമാണ്. ഇതിൽ സെൻറ്റർ ഗ്രാഫ്റ്റിംഗ് ചെയ്യാം. സെൻറ്ററിൽ ഗ്രാഫ്റ്റ് ചെയ്ത് ക്ലിപ്പ് ചെയ്ത് ഉള്ളിൽ കൂടി കയറ്റാൻ പോകുന്നുണ്ട്. കയറ്റി അങ്ങനെ വേറെ രീതിയിലുള്ളൊരു ഗ്രാഫ്റ്റിംഗ് അത് ചെയ്യാൻ പോകുന്നത് നോക്കാം. ഓക്കെ. ഇതിൻ്റെ ബാക്കിന് പുറത്ത് ഇതിൻ്റെ സ്കിന്നിലൊരു പ്ലാസ്റ്റിക്കിൻ്റെ പോലത്തെ തൊലിയാണ്. അത് കുറച്ച് ഭാഗം ഒലിച്ച് കളഞ്ഞിട്ടുണ്ട്. ഉണ്ടോ? പ്ലാസ്റ്റിക്കിൻ്റെ തൊലി കുറച്ച് ഒലിച്ച് കളഞ്ഞ് അതിന് സെൻറ്ററിൽ കൂടി കയറ്റി വയ്ക്കുമ്പോൾ അന്നേരമായിട്ട് കറക്റ്റ് ടച്ച് കിട്ടുള്ളൂ മറ്റേതിൻ്റെ ബോഡിയായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കയറ്റി ഇത് സെൻറ്റർ അതിനെ പൊളിച്ചിട്ടുണ്ടാണ്. സെൻറ്റർ പൊളിച്ചിട്ടുണ്ടെങ്കിൽ ആ സെൻറ്ററിലേക്ക് ഇത് ഇറക്കി വയ്ക്കും. അതാണ് ഉള്ളിലേക്ക് ഇറക്കി വെച്ചിരിക്കുക. അപ്പോൾ ഇതിൻ്റെ സൈഡിൻ്റെ 2 സൈഡിലും ടച്ചായിട്ടുണ്ടോ? ഈ സൈഡിൽ നമ്മൾ ആ തൊലി വിളിച്ച് കളഞ്ഞതിൽ അവിടെ ടച്ചാവും. ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ അവിടെ. അപ്പോൾ അവിടെ ടച്ചാവും.
രണ്ട് സൈഡിലും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ രണ്ട് സൈഡിൽ നിന്നായിരിക്കും നമുക്ക് മുള്ളുകളിൽ നിന്നായിരിക്കും അതിൻ്റെ ബ്രാഞ്ചസ് വരാം. ഇപ്പുറ സൈഡിൽ നിന്നും ഇപ്പുറ സൈഡിലുള്ള മുള്ളുണ്ടല്ലോ, സൈഡിൻ്റെ മുള്ള, അതിൽ നിന്നായിരിക്കും ബ്രാഞ്ചുകൾ വരാൻ നമുക്ക്. ഇതിൻ്റെ ഗ്രോത്ത് വന്നതിന് ശേഷം റിസൾട്ട് കാണിച്ചു തരാം. പിന്നെ ഇത് മൊത്തം ടാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു 20 ദിവസം കഴിയുമ്പോൾ ടാപ്പ് പതുക്കെ ഇളക്കളാണ്. പതുക്കെ സ്ലോയിൽ പതുക്കെ ശ്രദ്ധിച്ച് 20 ദിവസം കഴിയുമ്പോൾ ഇളക്കണം. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ ഫുള്ള് ഭാഗങ്ങളും ടാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പോൾ എൻ്റെ മുകളിലുള്ള ഭാഗം ടാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നു. പിന്നെ ഒരു 20 ദിവസം കഴിയുമ്പോൾ പതുക്കെ അത് അപ്പോഴേക്കും അത് ക്ലിപ്പായിട്ടുണ്ടാവും. പതുക്കെ ഇളക്കിക്കളാണ്. ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് ഇട്ട് വെച്ചാൽ മതി. ഇത് മൊത്തം ടാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു 20 ദിവസം കഴിയുമ്പോൾ ടാപ്പ് പതുക്കെ ഇളക്കളാണ്. പതുക്കെ സ്ലോയിൽ പതുക്കെ ശ്രദ്ധിച്ച് 20 ദിവസം കഴിയുമ്പോൾ ഇളക്കണം. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ ഫുള്ള് ഭാഗങ്ങളും ടാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പോൾ എൻ്റെ മുകളിലുള്ള ഭാഗം ടാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നു. പിന്നെ ഒരു 20 ദിവസം കഴിയുമ്പോൾ പതുക്കെ അത് അപ്പോഴേക്കും അത് ക്ലിപ്പായിട്ടുണ്ടാവും. പതുക്കെ ഇളക്കിക്കളാണ്. ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് ഇട്ട് വെച്ചാൽ മതി. ദാങ് ഹോങ് പോ ടു, ഇത് പുതിയൊരു വെറൈറ്റിയാണ്, നല്ല സ്വീറ്റാണ്. ദാങ് ഹോങ് പോ ടു തായ്വാൻ്റെ വെറൈറ്റിയാണ്. നല്ല വലിയ ഫ്രൂട്ടാണ്, നല്ല സ്വീറ്റാണ്. അതാണ് ഇപ്പോൾ ഇതിൽ ഗ്രാഫ്റ്റ് ചെയ്യണം. വലിയൊരു ഫ്രൂട്ട്, വലിയൊരു ടെണ്ടാണ് അതിൽ ഗ്രാഫ്റ്റ് ചെയ്യാൻ പോകണം. ഇത് ഈ രീതിയിൽ ഗ്രാഫ്റ്റ് ചെയ്യാൻ പോകണം. ഇതാണ് അതിൻ്റെ പീസ്. ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ പീസാണത്. അതാണ് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഗ്രാഫ്റ്റ് ചെയ്യാൻ പോകണം. ഈ രീതിയിലാണ് ഗ്രാഫ്റ്റ് ചെയ്യണം. ഇങ്ങനെ ഭാഗം ഇവിടെ ഈ ഭാഗം കൂടെ ആയിട്ട് സെൻട്രൽ പോർഷൻ ഇങ്ങനെ വെച്ചിട്ട് മറ്റേ പോർഷൻ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശം. ഇത് ടാപ്പ് ചെയ്യാം. ഇത് കറക്റ്റ് വെച്ച് ടാപ്പ് ചെയ്തിട്ടുണ്ട്. ദാങ് ഹോങ് പോ ടു സ്വീറ്റ് വെറൈറ്റിയാണ്. നല്ല വലിയ ഫ്രൂട്ടാണ്. കമേഴ്ഷ്യലായിട്ടൊക്കെ ചെയ്യാൻ പറ്റിയൊരു വെറൈറ്റിയാണ്. പക്ഷേ ഇത്തിരി കോസ്റ്റ്ലിയാണ്. ഇതിന് തണ്ടിന് ഭയങ്കര കോസ്റ്റ്ലിയാണ് പ്രൈസ്. അതിൻ്റെയൊക്കെ ഗ്രോത്ത് വന്നിട്ട് അതിൻ്റെ റിസൾട്ട് കാണിച്ചു തരാം. ഈ പ്ലാസ്റ്റിക് കവർ ഇട്ട് വയ്ക്കാം. ശരി, ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗത്ത് പ്ലാസ്റ്റിക് കവറിൻ്റെ ഹ്യൂമിഡിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കിയ ഒരു 10 ദിവസം കഴിഞ്ഞ് നമ്മൾ എടുത്ത് കളയാം ഈ പ്ലാസ്റ്റിക് കവർ. അപ്പോൾ അധികം വെയിലത്ത് വെക്കരുത്. ഇനി തണലത്ത് മാത്രം വെച്ച് വേര് പിടിപ്പിക്കുക. ചെറിയ വെളിച്ചം കിട്ടണം. തണലത്ത് വെച്ചിട്ട് വെളിച്ചം കിട്ടാവുന്ന രീതിയിൽ വെക്കുക. എന്നിട്ട് വേര് പിടിച്ച് ഒരു 20-25 ദിവസം കഴിയുമ്പോഴേക്കും മുളക്ക് പൊട്ടി വരും. എന്നിട്ട് കാണിച്ചു തരാം. ദാങ് ഹോങ് പോ ടു, ഇത് പുതിയൊരു വെറൈറ്റിയാണ്. നല്ല സ്വീറ്റാണ്. ദാങ് ഹോങ് പോ ടു തായ്വാൻ്റെ വെറൈറ്റിയാണ്. നല്ല വലിയ ഫ്രൂട്ടാണ്, നല്ല സ്വീറ്റാണ്. അതാണ് ഇപ്പോൾ ഇതിൽ ഗ്രാഫ്റ്റ് ചെയ്യണം. വലിയൊരു ഫ്രൂട്ടാണ്, വലിയൊരു ടെണ്ടാണ് അതിൽ ഗ്രാഫ്റ്റ് ചെയ്യാൻ പോകണം. ഇത് ഈ രീതിയിൽ ഗ്രാഫ്റ്റ് ചെയ്യാൻ പോകണം. ഇതാണ് അതിൻ്റെ പീസ്. ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ പീസാണത്. അതാണ് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഗ്രാഫ്റ്റ് ചെയ്യാൻ പോകണം. ഈ രീതിയിലാണ് ഗ്രാഫ്റ്റ് ചെയ്യണം. ഇങ്ങനെ ഭാഗം ഇവിടെ ഈ ഭാഗം കൂടെ ആയിട്ട് സെൻട്രൽ പോർഷൻ ഇങ്ങനെ വെച്ചിട്ട് മറ്റേ പോർഷൻ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശം. ഇത് ടാപ്പ് ചെയ്യാം. ഇത് കറക്റ്റ് വെച്ച് ടാപ്പ് ചെയ്തിട്ടുണ്ട്. ദാങ് ഹോങ് പോ ടു സ്വീറ്റ് വെറൈറ്റിയാണ്. നല്ല വലിയ ഫ്രൂട്ടാണ്. കമേഴ്ഷ്യലായിട്ടൊക്കെ ചെയ്യാൻ പറ്റിയൊരു വെറൈറ്റിയാണ്. പക്ഷേ ഇത്തിരി കോസ്റ്റ്ലിയാണ്. ഇതിന് തണ്ടിന് ഭയങ്കര കോസ്റ്റ്ലിയാണ് പ്രൈസ്. അതിൻ്റെയൊക്കെ ഗ്രോത്ത് വന്നിട്ട് അതിൻ്റെ റിസൾട്ട് കാണിച്ചു തരാം. ഈ പ്ലാസ്റ്റിക് കവർ ഇട്ട് വയ്ക്കാം. ശരി, ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗത്ത് പ്ലാസ്റ്റിക് കവറിൻ്റെ ഹ്യൂമിഡിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കിയ ഒരു 10 ദിവസം കഴിഞ്ഞ് നമ്മൾ എടുത്ത് കളയാം ഈ പ്ലാസ്റ്റിക് കവർ. അപ്പോൾ അധികം വെയിലത്ത് വെക്കരുത്. ഇനി തണലത്ത് മാത്രം വെച്ച് വേര് പിടിപ്പിക്കുക. ചെറിയ വെളിച്ചം കിട്ടണം.
വെള്ളത്തിൽ വെച്ചിട്ട് വെളിച്ചം കിട്ടാവുന്ന രീതിയിൽ വെക്കുക. എന്നിട്ട് വേര് പിടിച്ച് ഒരു 20-25 ദിവസം കഴിയുമ്പോൾ മുളക്ക് പൊട്ടി വരും. എന്നിട്ട് കാണിച്ചു തരാം. ദാങ് ഹോങ് പോങ് ടോം. ഇതിൻ്റെ ആദ്യം ഒരു പീസ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിരുന്നു. അതിൻ്റെ ബാക്കി കഷ്ണമാണ്, സെൻറ്റർ കഷ്ണമാണ്. സെൻറ്ററിൽ എടുത്തതിൻ്റെ ബാക്കി സൈഡിലെ കഷ്ണമാണ്, ആ ഒരു കഷ്ണമാണ്. ഇതിൽ സെൻറ്റർ ഗ്രാഫ്റ്റിംഗ് ചെയ്യണം. സെൻറ്ററിൽ ഗ്രാഫ്റ്റ് ചെയ്ത് ക്ലിപ്പ് ചെയ്ത് ഉള്ളിൽ കൂടി കയറ്റാൻ പോകുന്നുണ്ട്. കയറ്റി അങ്ങനെ വേറെ രീതിയിലുള്ളൊരു ഗ്രാഫ്റ്റിംഗ് അത് ചെയ്യാൻ പോകുന്നത് അത് നോക്കാം. ഓക്കെ. ഇതിൻ്റെ ബാക്കിന് പുറത്ത് ഇതിൻ്റെ സ്കിന്നിലൊരു പ്ലാസ്റ്റിക്കിൻ്റെ പോലത്തെ തൊലിയാണ്. അത് കുറച്ച് ഭാഗം ഒലിച്ച് കളഞ്ഞിട്ടുണ്ട്. ഉണ്ടോ? പ്ലാസ്റ്റിക്കിൻ്റെ തൊലി കുറച്ച് ഒലിച്ച് കളഞ്ഞ് അതിൻ്റെ സെൻറ്ററിൽ കൂടി കയറ്റി വയ്ക്കുമ്പോൾ അന്നേരം കറക്റ്റ് ടച്ച് കിട്ടുള്ളൂ മറ്റേതിൻ്റെ ബോഡിയായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കയറ്റി ഇത് സെൻറ്റർ അങ്ങനെ പൊളിച്ചിട്ടുണ്ടായിരുന്നു. സെൻറ്റർ പൊളിച്ചിട്ടുണ്ടെങ്കിൽ ആ സെൻറ്ററിലേക്ക് ഇത് ഇറക്കി വയ്ക്കും. അതാണ് ഉള്ളിലേക്ക് ഇറക്കി വെച്ചിരിക്കുക. അപ്പോൾ ഇതിൻ്റെ സൈഡിൻ്റെ 2 സൈഡിലും ടച്ചായിട്ടുണ്ടോ? ഈ സൈഡിൽ നമ്മൾ ആ തൊലി വിളിച്ച് കളഞ്ഞാൽ അവിടെയും ടച്ചാണ്. ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ അവിടെ, അപ്പോൾ അവിടെയും ടച്ചാണ്. 2 സൈഡിലും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ 2 സൈഡിൽ നിന്നായിരിക്കും നമുക്ക് മുള്ളുകളിൽ നിന്നായിരിക്കും അതിൻ്റെ ബ്രാഞ്ചസ് വരാം. ഇപ്പുറ സൈഡിൽ നിന്നും ഇപ്പുറ സൈഡിലുള്ള മുള്ളുണ്ടല്ലോ, സൈഡിൻ്റെ മുള്ള, അതിൽ നിന്നായിരിക്കും ഈ ബ്രാഞ്ചുകൾ വരാൻ നമുക്ക്. ഇതിൻ്റെ ഗ്രോത്ത് വന്നതിന് ശേഷം റിസൾട്ട് കാണിച്ചു തരാം. ഇത് മൊത്തം ടാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു 20 ദിവസം കഴിയുമ്പോൾ ടാപ്പ് പതുക്കെ ഇളക്കളാണ്. പതുക്കെ സ്ലോയിൽ പതുക്കെ ശ്രദ്ധിച്ച് 20 ദിവസം കഴിയുമ്പോൾ ഇളക്കണം. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ ഫുള്ള് ഭാഗങ്ങളും ടാപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ മുകളിലുള്ള ഭാഗം ടാപ്പ് ചെയ്ത് വെച്ചിരിക്കുക. പിന്നെ ഒരു 20 ദിവസം കഴിയുമ്പോൾ പതുക്കെ അത് അപ്പോഴേക്കും അത് ക്ലിപ്പായിട്ടുണ്ടാവും. പതുക്കെ ഇളക്കിക്കളാണ്. ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് ഇട്ട് വെച്ചാൽ മതി.